നമസ്കാരം. SRH റിട്ടൻഷൻസ് റിവ്യൂ. SRH ഇപ്രാവശ്യം അവരുടെ കോർ എന്താണ് അവർ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം അവരെന്താണ് ചെയ്തു വെച്ചാൽ ആ ഒരു കോർ അവർ വിട്ടിട്ടില്ല. ഇപ്പോഴും ആ കോറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് സർപ്രൈസ് ചെയ്തൊരു കാര്യം ഇഷാൻ കിഷനെ റിലീസ് ചെയ്തില്ല എന്നുള്ളതാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കല്ലുകടിയായിട്ട് തോന്നിയ ഒരു പൊസിഷൻ ഇഷാൻ കിഷനാണ്. കാരണം ട്രാവിസ് ഹെഡ് ആൻഡ് അഭിഷേക് ശർമ്മ രണ്ട് ലെഫ്റ്റ് ഹാൻഡർ പ്ലസ് നമ്പർ 3 ഇഷാൻ കിഷൻ വരുമെന്ന് പറയുമ്പോൾ എനിക്ക് അത്ര കൊണ്ട് സുഖമായിട്ട് തോന്നില്ല. അവിടെ ഒരു നമ്പർ 3 ഒരു റൈറ്റ് ഹാൻഡർ വരണമായിരുന്നു. അത് മാത്രമല്ല നമ്പർ 3 ഇഷാൻ കിഷൻ്റെ ഒരു ഫേവറേറ്റ് അല്ലെങ്കിൽ ഒരു ആപ്റ്റായിട്ടുള്ള പൊസിഷനായിട്ടും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരത് റിലീസ് ചെയ്യുന്ന കരുതി, പക്ഷേ അവർ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആദം സാംബാൻ, മുഹമ്മദ് ഷമി അക്സെപ്റ്റഡ് ആയിരുന്നു. കാരണം മുഹമ്മദ് ഷമി റിലീസ് ചെയ്യുന്ന ഏകദേശം ഉറപ്പായിരുന്നു. പക്ഷേ കാരണം SRHൻ്റെ ഒരു അവരുടെ ഒരു ഗ്രൗണ്ടിനോ അല്ലെങ്കിൽ അവരുടെ ഒരു കൈൻഡ് ഓഫ് ക്രിക്കറ്റിനോ പറ്റുന്ന ഒരു ബോളറായിട്ട് വർക്കൗട്ട് ആയില്ല മുഹമ്മദ് ഷമി. പക്ഷേ ആദം സാംബ അവർക്കൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളറായിരുന്നു. വിക്കറ്റ് ടേക്കിംഗ് ബോളർ തീർച്ചയായിട്ടും SRHന് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ ഓവർസീസ് പ്ലേയേഴ്സ് മറ്റ് ബാറ്റ്സ്മാൻമാർ ഒരുപാട് ഉള്ളതുകൊണ്ട് ആദം സാംബയോടെ കളിപ്പിക്കുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ അവർക്ക് സെറ്റായി വരുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും റിലീസ് ചെയ്തത്. എന്തായാലും ഇവർ SRH റിലീസ് ചെയ്ത പ്ലേയേഴ്സിലേക്ക് നമുക്ക് നോക്കാം. SRH ഈ വർഷം റിലീസ് ചെയ്ത പ്ലേയേഴ്സ് മുഹമ്മദ് ഷമി, ആദം സാംബ, രാഹുൽ ചാഹറിനെ റിലീസ് ചെയ്തു. ഒരു സ്പിന്നറാണ്. ഒരു പക്ഷേ അവർക്ക് ഒരു ഇമ്പാക്റ്റ് രാഹുൽ ചാഹർ, പക്ഷേ അവസരങ്ങളും കൊടുത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അധികം അവസരങ്ങളും രാഹുൽ ചാഹറിന് കിട്ടില്ല. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ടീം രാഹുൽ ചാഹറിനെ തീർച്ചയായിട്ടും യൂസ് ചെയ്യും. വിയാൻ മുൾഡറിനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഓവർസീസാണ്, ഇത്രയും ഓവർസീസ് പ്ലേയേഴ്സ് ഉണ്ട്. അതിൻ്റെ പോരാത്തതിന് ബ്രൈഡൻ കാസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിയാൻ മുൾഡറിനെ അവർ റിലീസ് ചെയ്തത്. അഭിനവ് മനോഹറിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. അഥർവ തൈഡെ, സച്ചിൻ ബേബി ആൻഡ് സിമർജിത് സിംഗ്, ഇത്രയും പേരാണ് SRH റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി SRH റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്നെയാണ്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, അനികേത് വർമ്മ, RS മാരൻ, ഇഷാൻ കിഷൻ, ഹെൻറിച്ച് ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷ് ദുബെ, കമിന്ദു മെൻഡിസ് ഒരു സർപ്രൈസ് ആയിപ്പോയി. കമിന്ദു മെൻഡിസ് ഒരു ഓവർസീസ് സ്പിന്നറായിട്ട് കളിപ്പിക്കാൻ അവർക്ക് പറ്റുമോ? ഒരുപക്ഷെ ബാക്കപ്പായിട്ടായിരിക്കാം വെച്ചിരിക്കുന്നത്. ഹർഷൽ പട്ടേൽ, ബ്രൈഡൻ കാസ്, ജയ്ദേവ് ഉനദ്കട്ട് ആസ് എ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ, ഇഷാൻ മല്ലിംഗ കഴിഞ്ഞ വർഷം ഏറ്റവും എൻഡ് ഓഫ് ദി സീസൺ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയ ഒരു പ്ലെയറാണ്, ഒരു ബോളറാണ്. അതുപോലെ തന്നെ ഷീഷാൻ അൻസാരി, ഇത്രയും പ്ലെയേഴ്സിനാണ് SRH റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇനി SRHൻ്റെ ഒരു പ്ലേയിങ് ലെവനും കൂടെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ വിൽ ഓപ്പൺ, ഇഷാൻ കിഷൻ നമ്പർ 3, ഹെൻറിച്ച് ക്ലാസൻ, അനികേത് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ഇത്രയും പേരാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷാൻ കിഷൻ നമ്പർ 3 വരുന്ന ഇപ്പോഴും കല്ലുകടിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി കഴിഞ്ഞിട്ട് അഭിനവ് മനോഹറിൻ്റെ അവിടെ SRHന് ഒരു റീപ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. അവർ ഏതെങ്കിലും ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പാറ്റ് കമ്മിൻസ്, ഹർഷൽ പട്ടേൽ, അവരുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും സക്സസ്ഫുൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയർ ആയിരുന്നു ഹർഷൽ പട്ടേൽ, ജയദേവ് ഉനദ്കട്ട് ആൻഡ് ഇഷാൻ മല്ലിംഗ, അതായിരിക്കും അവരുടെ ഒരു ഏകദേശമുള്ളൊരു പ്ലേയിങ് 11. ഹർഷ് ദുബെ, കമിന്ദു മെൻഡിസ്, ബ്രൈഡൻ കാർസ് അവരൊക്കെ ഇമ്പാക്ട് പ്ലെയറായിട്ട് പുറത്തുണ്ടാവും. സോ ഇവരെ സംബന്ധിച്ച് എന്തായാലും ഇവർക്കൊരു ഇന്ത്യൻ സ്പിന്നറിന് വേണം. ഇന്ത്യൻ സ്പിന്നറിനെ ഒരു ആദം സാംബയ്ക്ക് പകരമായിട്ടുള്ള ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ. ഇവരുടെ ഒരു എന്തായാലും ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്, ഹൈ സ്കോറിംഗ് ക്രിക്കറ്റാണ് ഇവർ കളിക്കാൻ പോകുന്നത്. തിരിച്ചുള്ള ടീമും ഹൈ സ്കോറിംഗ് ആയിട്ട്, അതായത് അറ്റാക്ക് ചെയ്ത് കളിക്കും. അപ്പോൾ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ആദം സാംബയെ പോലുള്ള ഒരു ഇന്ത്യൻ സ്പിന്നറിനെ അവർക്ക് വേണം. ഒരുപക്ഷെ രവി ബിഷ്ണോയി ഇവർ നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു ബോളർ ആയിരിക്കാം. രവി ബിഷ്ണോയി സൺറൈസേഴ്സിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അഭിനവ് മനോഹറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷറിനെ ഇവർക്ക് വേണം. അവിടെ പാറ്റ് കമ്മിൻസിന് തൊട്ട് മുകളിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു ഫിനിഷറിനെ അവർക്ക് ആവശ്യമാണ്. കാരണം ടോപ്പ് ഓർഡർ ഇത്രയും എക്സ്പ്ലോസീവ് ആണ്, പക്ഷേ അതുകൊണ്ടൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷർ അവർക്ക് വേണം. കമിന്ദു മെൻഡിസ് അങ്ങനെ ഒരു ഫിനിഷറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ കമിന്ദു മെൻഡിസ് ഇവർക്ക് ബാക്കപ്പായിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. വേറൊരു ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് ഒരു ബാക്കപ്പ്, ഓവർസീസ് ബാക്കപ്പ് എന്തായാലും ഇവർക്ക് വേണ്ടി വരും. സോ ഇതാണ് SRHൻ്റെ ഒരു റിട്ടൻഷൻ റിവ്യൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പ്രിവ്യൂ നമുക്ക് ഈ ഒരു ഓപ്ഷന് മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെ പ്ലേയേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഏതൊക്കെ പ്ലേയേഴ്സ് ഇവർ നോക്കാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ പ്ലേയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രിവ്യൂ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഇനി എന്നെ സംബന്ധിച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളത് ഇഷാൻ കിഷനെ അവർ റിട്ടേൺ ചെയ്തതും ഒരു ബാലൻസ് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടായ പ്രശ്നവും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാറ്റ് കമ്മിൻസിൻ്റെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആഷസ് കളിക്കാൻ ഫസ്റ്റ് ടെസ്റ്റ് പാറ്റ് കമ്മിൻസ് കളിക്കുന്നില്ല. ആഷസ് കഴിഞ്ഞ് പിന്നെ T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ഈസ് കമ്മിങ്. അപ്പോൾ അതിനുശേഷം ഈ പരിക്ക് പാറ്റ് കമ്മിൻസ് ഒരു പരിക്കെങ്ങാനും പറ്റുവാണെന്നുണ്ട് ഇവർക്ക് ബാക്കപ്പായിട്ടുള്ള ക്യാപ്റ്റൻ ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പ്രിവ്യൂവിൽ ഈ ഓപ്ഷൻ്റെ സമയത്ത് പ്രിവ്യൂ അതിൽ ഓപ്ഷൻ കഴിഞ്ഞിട്ടുള്ള റിവ്യൂലൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് SRH ടീമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.